സൗഹൃദം ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ പുതിയ നയതന്ത്ര നീക്കം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പങ്കിട്ട അഭിലാഷങ്ങൾ, യുവജന സാധ്യതകൾ, ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ എന്നിവ ഭൂമിശാസ്ത്രപരമായ സാമീപ്യത്തിനപ്പുറത്തേക്ക് പോകുന്നുവെന്ന് ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് ത്രിവേദി ഊന്നി പറഞ്ഞു. ധാക്കയിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി പ്രതിനിധി സംഘത്തിനായുള്ള ഒരു ബിസിനസ് സ്വീകരണത്തിൽ സംസാരിക്കവേ തന്റെ പ്രാഥമിക ലക്ഷ്യമെന്നത് രണ്ട് ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ചും അവിടുത്തെ യുവജനതയുടെ അഭിലാഷങ്ങളിലും സാധ്യതകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണെന്ന് ത്രിവേദി പറഞ്ഞു. ഇവിടെ എന്റെ ജോലിയുടെ അടിസ്ഥാന ലക്ഷ്യം ഒന്നാണ്. നമുക്ക് രണ്ട് ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. ഈ ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യങ്ങൾ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല, ചരിത്രത്തെക്കുറിച്ച് മാത്രമല്ല, സംസ്കാരത്തെക്കുറിച്ച് മാത്രമല്ല, അഭിലാഷത്തെക്കുറിച്ചുമാണ്. രണ്ട് രാജ്യങ്ങളിലെയും യുവാക്കൾക്ക് ധാരാളം യുവ പ്രതിഭകളുണ്ട്. ജനസംഖ്യാപരമായി ഇത് ഒരു പ്രശ്നമല്ല. ഭാഗ്യവശാൽ രാജ്യത്തെ ജനങ്ങളും യുവാക്കളും വളരെ വളരെ കഴിവുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അതിർത്തി പങ്കിടുക മാത്രമല്ല, സ്വപ്നങ്ങളും അഭിലാഷങ്ങളും തുല്യതയും പങ്കിടുന്നുവെന്ന്. ഇന്ത്യയുടെ അയൽപക്കം ആദ്യം എന്ന നയത്തിന്റെ പ്രാധാന്യവും ത്രിവേദി എടുത്തു പറഞ്ഞു. അയൽരാജ്യവുമായുള്ള ബന്ധത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം കണക്കിലെടുത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ബംഗ്ലാദേശിലേക്ക് അയക്കാൻ തീരുമാനിച്ചതെന്നും പറഞ്ഞു. അയൽപക്കം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എന്നെ ഇങ്ങോട്ട് അയക്കാൻ ആലോചിച്ചത്. ഞാനൊരു കരിയർ നയതന്ത്രജ്ഞനല്ല. അവർ വളരെ കഴിവുള്ള ആളുകളാണ്. പക്ഷേ ഞങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരാണ്. ഞാൻ പൊതുജീവിതത്തിലാണ്. ശരിയാണ്, ഇവിടെ വരാൻ എന്നെ തിരഞ്ഞെടുത്തു എന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ നിയമനത്തിന് പിന്നിലെ കാരണം വിശദീകരിച്ച ത്രിവേദി പ്രധാനമന്ത്രിയുമായുള്ള നേരിട്ടുള്ള ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് ലോകം മുഴുവൻ അറിയാം. എനിക്ക് എപ്പോൾ വേണമെങ്കിലും കോൾ എടുത്ത് അദ്ദേഹത്തെ വിളിക്കാം. പിന്നെ എന്തിനാണ് അദ്ദേഹം എന്നെ അയച്ചത്? ഒരു ലളിതമായ കാരണം. ഞങ്ങൾക്ക് വളരെയധികം ബഹുമാനമുണ്ട്, ഞങ്ങൾക്ക് വളരെയധികം സ്നേഹമുണ്ട്. കൂടാതെ ഒരു അയൽക്കാരനുമായി ഞങ്ങൾക്ക് വളരെയധികം ആവശ്യവുമുണ്ട്. അയൽക്കാർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ പങ്കിട്ട ചരിത്രത്തെയും സാംസ്കാരിക ബന്ധങ്ങളെയും നിഷേധിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അയൽപക്കം ആദ്യം എന്നാണ് ഞങ്ങളുടെ നയം. നാം എല്ലാവരും അവിടെയും ഇവിടെയും തടസ്സങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് തികച്ചും സ്വാഭാവികമാണെന്ന് ഞാൻ കരുതുന്നു. അതൊരിക്കലും ഒരു കുടുംബത്തിലും സംഭവിക്കുന്നു. എന്നാൽ അതിനർത്ഥം നമ്മൾ അകന്നു പോകണമെന്നല്ല. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചരിത്രം പങ്കിട്ട്, സംസ്കാരം പങ്കിട്ട്, ഇതാണ് നമ്മുടെ അവസ്ഥ, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശി പത്രമായ പ്രോത്തോം അലോയുടെ റിപ്പോർട്ട് പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2 ദിവസത്തെ സന്ദർശനത്തിനായി CII ഡയറക്ടർ ജനറൽ ചന്ദ്രജിത് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള 18-അംഗ ഉന്നതതല ഇന്ത്യൻ ബിസിനസ് പ്രതിനിധി സംഘം തിങ്കളാഴ്ച ബംഗ്ലാദേശിലെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.